ഹായ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ അങ്ങനെ സെക്കൻഡ് വീഡിയോ ആണെന്ന് പറയും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വോയിസ് ക്ലിപ്പൊന്നും അങ്ങനെ ഇടാറില്ലായിരുന്നു. വോയിസ് വെച്ചിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് ഒത്തിരി നാളാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് വന്നിട്ട് ഇങ്ങോട്ടൊന്നും ഞാനങ്ങനെ കൂടുതലൊന്നും വരുത്തൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് വോയിസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഏരിയയൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, ആ അമ്മൂമ്മ മരിച്ചുപോയി. അപ്പോൾ ആ വീട് മാത്രം അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഏരിയ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ താഴോട്ട് റോഡാണ്, ഒരു 6 അടി വരുന്നൊരു റോഡാണ്. ഇവിടെ ഇനി അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോസ് ലൈവിൽ നിങ്ങൾക്ക് ഇടണമെന്ന് വിചാരിച്ചാൽ ചില ഇഷ്യൂസ് കൊണ്ടാണ് ഞാൻ വീഡിയോസ് ലൈവിൽ വരാത്തത്. പിന്നെ എൻ്റെ ചാനലൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും എനിക്ക് ഇങ്ങനെ ആയിട്ടൊന്നുമില്ല. ഇനി അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ചില ഇഷ്യൂസ് കൊണ്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്താ പറയുക, എല്ലാവരുമൊക്കെ ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഈ ചാനൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയാണ് ഞാൻ. വന്നതും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും എത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, ആഗ്രഹിച്ച എല്ലാ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞാനൊന്ന് മാറി നിൽക്കുന്ന വ്യക്തിയാണ്. അതിനനുസരിച്ച് എനിക്ക് വീട്ടിൽ നിന്നായാലും മറ്റുള്ളവരിൽ നിന്നൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്, എന്താ മോൾ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ. അപ്പോൾ സാഹചര്യങ്ങൾ നമ്മളെ പല രീതിയിലുമാക്കും. ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറാനും കൂടെ പഠിക്കണം. എല്ലാം അതിൽ തന്നെ ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങളും ചിലപ്പോൾ എന്നെപ്പോലെയൊക്കെ ആയിത്തീരേണ്ടി വരും. ഇങ്ങനെ ഒരിക്കലും ആകാതിരിക്കുക. നമുക്ക് നമ്മുടേതായ ഒരു എയിമുണ്ട്, ആ എയിമിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ കുറേയൊക്കെ പഠിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ എല്ലാവരും പറയും, ഇന്നതല്ലേ, ഇന്നത് പഠിച്ച ആളല്ലേ. പക്ഷേ ഞാനാണെങ്കിൽ ഇന്ന് 1 രൂപ പോലും സാലറി വാങ്ങാതെ വീട്ടിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ എയിമിൽ നമ്മൾ എത്തണം. എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഒന്നും എന്താ പറയുക, ഒന്നും നേടാനാകില്ല. നമ്മൾ കുറേ ഇതൊക്കെയുണ്ട് അതൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പലതും മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമുക്ക് നഷ്ടമാകുന്നൊരിതിലേക്ക് പോകും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്ന് ഞാനിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് വളരെ എന്താ പറയുക, എത്ര സങ്കടം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് റിലാക്സ് ആകാൻ വേണ്ടി പുറത്തേക്ക് പോവുക. ഇതുപോലെ ഞാനിങ്ങനെ സങ്കടമൊക്കെ വരും ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്ന ഏരിയയാണ്. എനിക്ക് ഇവിടുത്തെ കാറ്റും ഇതൊക്കെ കിട്ടുമ്പോൾ എൻ്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കരയുന്ന വ്യക്തിയാണ്, ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന വ്യക്തിയാണ്. എല്ലാ രീതിയിലും ഞാൻ എൻ്റെ വീട്ടിൽ പാടുന്ന, എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ ഭക്തിഗാനം പാടി ഇട്ടിട്ട് കേട്ട് കൂടെ പാടിയിട്ട് ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ തീർക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മളെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കുന്നു. എന്താ പറയുക, അപ്പോൾ കിട്ടുന്നൊരു സന്തോഷം നമുക്ക് പല ഇതും തരും. അതുകൊണ്ട് നമുക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒരിടത്തേക്ക് നമ്മൾ പിന്നെ സങ്കടത്തെ ഇങ്ങനെ മുറുകെ പിടിച്ച് ഒതുങ്ങിക്കൂടാതെ ഏറെയുള്ള ഇതിലേക്കൊക്കെ നമ്മൾ പോകാൻ തീരുമാനിക്കുക. അല്ലെങ്കിൽ എന്നെപ്പോലെ പഠിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കയറിയിരുന്ന് നമ്മളെ പഠനം തന്നെയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് സന്തോഷം തന്നതും എന്നെ ഒരു നല്ലൊരു വ്യക്തി, ഞാൻ ആരെന്ന് എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ തന്നെയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരിത് നമുക്ക് എത്ര നമ്മൾ മുതിർന്നിരുന്നാലും നമുക്കതിന് നല്ലത് തരും. മറ്റുള്ള നമ്മൾ എവിടെ പോയിരുന്നാലും നമുക്ക് അത്രയും ഇതൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ എനിക്കൊരു ജോലിയില്ല ഗവൺമെൻറ്, അല്ലെങ്കിൽ എനിക്കൊരു പ്രൈവറ്റിൽ ഞാൻ ഇപ്പോൾ പോകുന്നില്ല ജോലിയൊന്നും, എന്നാൽ പോലും ഞാൻ പഠിച്ചതിൻ്റെ വാല്യൂ, എനിക്ക് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിരുന്നാലും നമുക്ക് ഒരാളോട് സംസാരിക്കാനും ഒക്കെ നമ്മൾ കഴിയുന്നതും എന്ത് ചെയ്യുക, നമ്മളെന്താകണമെന്ന് തീരുമാനിച്ചിട്ട് ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നോക്കി അവിടെ ഇരിക്കാതെ മറ്റുള്ള നോക്കി പോകാൻ നോക്കണം. ഞാൻ ഈ ചാനൽ തുടങ്ങണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ആദ്യമായിട്ട് ഒരു സ്കൂളിടണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്.
പക്ഷേ എനിക്ക് സ്കൂളിടാനായില്ല. എങ്കിൽ പോലും ഞാൻ നേരത്തെ എത്തിയ ഒരു ചാനൽ തുടങ്ങണമെന്ന് വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചു. പലപ്പോഴൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പല പേരിലൊക്കെ. അതൊക്കെ എന്താ പറയുക, ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ അതങ്ങ് പോയി. ഇപ്പം തനിയെ ഞാൻ തന്നെ ഒരു ഫോൺ വാങ്ങിയിട്ട്, എൻ്റെ കയ്യിലൊരു കുഞ്ഞു ഫോണാണ്. ആ ഫോൺ വെച്ചിട്ട് ഞാൻ എന്താ പറയുക, കൊട്ടിയൂർ പോകുമ്പോഴേക്കാണ് ആദ്യമായിട്ട് ഞാനിതിലേക്ക് വീഡിയോസ് ഇടുന്നത്. നിങ്ങൾ കണ്ടു കാണും. 7 മാസങ്ങൾക്ക് മുമ്പാണ് ഞാനിതിലേക്ക് വീഡിയോസ് ഇടുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മോണിറ്റൈസേഷൻ വരെ ആകേണ്ട ടൈം കഴിഞ്ഞെന്ന് ആകാൻ വേണോ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ ഞാൻ അങ്ങനെയില്ല. ഞാൻ ഒന്നിലേക്ക് ഒതുങ്ങിക്കൂടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കുള്ള കലകളെയും നമുക്കറിയാവുന്നതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഒരു ചാനലിൽ വന്ന് നിന്നിട്ട് അതും ഇതും വളവള പറഞ്ഞിട്ട് പോകുന്ന ഒരാളെന്ന് പറയുന്നതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യുക, നമുക്കുള്ള കഴിവിനെ അവിടെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. എനിക്ക് ഉണ്ടായിരുന്ന കഴിവുണ്ടായിരുന്നിട്ടും ഒരിടത്തേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പോയൊരു വ്യക്തിയാണ്. എൻ്റെ ടീച്ചേഴ്സിനൊക്കെ എന്നെക്കുറിച്ച് വലിയ ഇത് പറയുക, അവൾ ഒരിടത്ത് എത്തും. ഫ്രണ്ട്സ് ആയിരുന്നാലും വീട്ടുകാരായിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും ഒക്കെ. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞതിലൂടെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സാഹചര്യങ്ങളിൽ എത്തിപ്പെടുകയും വന്നൊരു വ്യക്തി. എന്നാലും ഞാൻ ഭക്തി കൊണ്ടായിരിക്കാം ഒരിക്കൽ പോലും എത്ര തളർന്ന് വീഴുമ്പോഴും ഞാൻ മുമ്പോട്ട് വരാൻ വേണ്ടി എനിക്ക് ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈശ്വരനിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക, അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ചില ആൾക്കാർക്കൊക്കെ എന്നെ അറിയായിരിക്കും, ചിലരൊക്കെ അതിയായപ്പോഴും എന്നെ കാണാനൊക്കെ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ സ്ഥിരം നിൽക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞില്ല, എനിക്കൊരു ഫോൺ കോൾ വന്നാലൊക്കെ ഇവിടെ ഈ മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിയൊക്കെ പോകുന്ന ഒരാളാണ് കേട്ടോ. എൻ്റെ കോൾസ് എടുക്കാൻ വീട്ടിൽ നിന്ന് ഞാൻ ആരെയും ഫോൺ കോളൊന്നും എടുക്കില്ല. അങ്ങനെ റെയർ മാത്രമായിട്ടേ ഫോൺ കോൾ എടുക്കുള്ളൂ. എടുക്കുന്നെങ്കിൽ പോലും എൻ്റെ ഫോൺ ചെയ്യുന്ന ഒരേ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാടാക്കി ഇട്ടിരുന്നപ്പോഴേക്കും ഞങ്ങൾക്കൊന്നും ഇറങ്ങാനോ ഇവിടെ എനിക്ക് വന്ന് നിൽക്കാനോ ഒന്നും പറ്റാത്തൊരിതിലായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക, ഞാൻ തന്നെ അയാളോട് ഉടക്കി. ഞങ്ങളുടെ എനിമിയാണെന്ന് പറയാൻ വേണമെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ റിലേഷനിലുള്ള ആളാണ് അയാൾ. ഈ വസ്തുവിൽ ഞങ്ങളോട് കേസ് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളുടെ വീടൊക്കെ അവിടെ നിന്ന് ഇടിഞ്ഞു പോയി. എന്നാലും ഞാനിവിടെ വന്ന് നിന്നപ്പോൾ എനിക്ക് എന്ത് പറയുക, എനിക്ക് നല്ല കാറ്റും കുളിമയൊക്കെ കിട്ടിയിട്ട്, അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് നിന്നെങ്കിൽ പാടാനായാലും എഴുതാൻ എന്തൊക്കെയോ നമുക്കൊരു സപ്പോർട്ടീവായ ഒരു പ്ലേസ് നമുക്ക് കിട്ടുമ്പോൾ അതിനുള്ള മറ്റുള്ള ഒന്നുമില്ല. ഇവിടെ ഒരാളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള എന്താ പറയുക, ഒരു കുഞ്ഞു ഫോണും ഉണ്ട്. എനിക്ക് പല സ്ഥലങ്ങളിലും പോകാൻ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ. ഞാൻ കേരളവും തമിഴ്നാടും കർണാടക ഇങ്ങനെയുള്ളടുത്ത് തിരുമല എന്താ പറയുക, ഇങ്ങനെ ഇനി സഞ്ചരിക്കാത്ത അമ്പലങ്ങളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും രാമേശ്വരം ആയിരുന്നാലും മധുരയും പളനിയും ഒക്കെ ഞാൻ പോയിട്ട് വന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നമ്മൾ എത്ര വിശ്വസിക്കുന്നുവോ അത് നമുക്ക് കുറച്ച് ക്യാഷും പണവും ഒക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടോ കുറേ സ്റ്റാറ്റസോ അങ്ങനെയൊക്കെ കിട്ടിയില്ലായിരിക്കാം. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്കൊരു നല്ല ഇത് തരും കേട്ടോ. ആ ദൈവത്തിൻ്റെ ശക്തി സ്വയം അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്താ പറയുക, കഷ്ടങ്ങളിലോ മരിക്കാനൊക്കെ ഇട്ടൊക്കെ പോയൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എല്ലാത്തിൽ നിന്നും ദൈവം എനിക്ക് ഒരു വലിയ മാറ്റമൊക്കെ തന്നിട്ടുണ്ട്. ഞാനിന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങൾ തന്നെയാണ്. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു. ഒരുപാട് കൃഷ്ണഭക്തിയാണ്, ഞാനൊരു കൃഷ്ണഭക്തിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വീഡിയോസ് എല്ലാം കൃഷ്ണൻ്റെ ഇതിലാണ്. ഞാൻ ദേവിയെയും ഭഗവാനെയും എൻ്റെ പെറ്റ അമ്മയെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ദേവി അമ്മയാണ്. അമ്മ എനിക്ക് ഒരുപാട്, ഭഗവാനും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരോ ആ ദൈവം നിങ്ങളെയും ഈ ചാനലിൽ വന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന എന്നെയും ഒക്കെ അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ. ഇതൊരു റംസാൻ മാസമാണ്. ഈ മാസത്തിൽ നോമ്പെടുക്കുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ വീടുകളെയും, ലോകത്ത് എവിടെയൊക്കെ ഇരുന്ന് അവർ നോമ്പ് നോക്കുന്നുണ്ടോ അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ. കാരണം ഞാൻ മലപ്പുറം മഞ്ചേരിയിൽ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിൽസിൻ്റെ ഇതായിട്ട്. ഞാൻ കൂടുതലും അവരുടെ വ്രതം എടുക്കുന്ന ടൈമൊക്കെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അവരുടെ വീടുകളിലേക്ക്. പക്ഷെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു.
അപ്പോൾ അവരുടെ ആ ത്യാഗം, ആ ഒരു അവരെടുക്കുന്ന അത്രയും ദിവസത്തെ നോമ്പിനെയൊക്കെ ഞാൻ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ ആ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ നിന്ന ഹോസ്റ്റലും അതായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്കും അവിടെ കൂടെ ഉണ്ടായിരുന്ന നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവരുന്നതും അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരിതാണ്. ഇപ്രാവശ്യം അവിടെ നോമ്പ് തുറന്നപ്പോഴേക്കും ഇന്നലെ ആയി എന്ന് പറഞ്ഞു. ഇന്ന് ഞാനിവിടെ നിൽക്കണം. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചല്ല, കാരണം എനിക്കൊരു ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞങ്ങളുടെ അവിടെ ഞാൻ മനസ്സിലേ ആഗ്രഹിച്ചുള്ളൂ. അപ്പോൾ അന്നേരം അത് കൊണ്ട് തന്നെ എന്താ പറയുക, ഇക്ക ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മാനേജറാണ്, അയാളത് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും ഇതെങ്ങനെയാ ചേച്ചി ആഗ്രഹിക്കുന്നതിന് മുമ്പൊക്കെ കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഏത് ദൈവത്തെ ആണോ വിശ്വസിക്കുന്നു എന്ന് അവർ നമ്മുടെ കൂടെ, നമ്മുടെ മനസ്സിൽ ഞാൻ അള്ളാഹുവിനെയോ ജീസസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു ദൈവങ്ങളോ ഒന്നും അങ്ങനെ വെറുത്തൊന്നും കാണുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ വന്നപ്പോഴേക്കും എനിക്ക് എന്താ പറയുക, ജീസസിനോടും ചില വ്യക്തികളോടും ഒക്കെ എനിക്ക് എന്താ പറയുക അരിശവും ഒക്കെ ഉണ്ടാകാനിടയുണ്ടായിട്ടുണ്ട്.